ഇതെൻ്റെ ചേച്ചിയുടെ മകനാണ്. ബുദ്ധി കുറവുള്ള കുട്ടിയാണ്. ഇവൻ ഒരു ശകലം പോലും നടക്കത്തില്ല. ഒരു 10 മിനിറ്റ് ദൂരം നമ്മൾ മുറ്റത്ത് മാത്രം നടക്കുന്ന ഒരു കുട്ടിയാണ്. അതിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ജപമാല റാലിയിൽ പങ്കെടുപ്പിച്ചു. അത് എങ്ങനെ നടക്കൂല എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അവൻ നടന്നു. ഇത്രയും ദൂരം എങ്ങനെ നടന്നെന്ന് എനിക്കറിയില്ല. എൻ്റെ കൂടെ വന്ന എൻ്റെ അയൽവാസികളെല്ലാം ചോദിച്ചു, ഇവൻ ഇത്രയും നടന്നോ? നമ്മൾ പോലും തളർന്നു പോണു, ഇവൻ തളരാതെ ഇത്രയും നടന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് എനിക്ക് ബോധമുണ്ടായത് ഇവൻ ഇത്രയും നടന്നോ എന്നുള്ളത്. തിരിച്ചും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബസ്സുകളൊന്നും കിട്ടിയില്ല. ഒരുപാട് നേരം ഞങ്ങൾ അവിടെ ബസ് കാത്ത് നിന്നിട്ടും കിട്ടിയില്ല. എങ്ങനെ അപ്പോഴും ഈ കൊച്ച് ടയേർഡായിട്ടില്ല. അതായിരുന്നു അത്ഭുതം. ഇന്നും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ആ ഒരു കാര്യമാണ്. ഇത്രയും ദൂരം നടന്ന അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം, അത്ഭുതപ്പെടുത്തുന്ന സാക്ഷ്യം എനിക്ക്. പിന്നെ എപ്പോഴും വയലൻ്റ് ആവുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇവനെ ഇവിടെ കൊണ്ടുവന്നാൽ ഇത്ര ജനങ്ങളെയും കാണുമ്പോൾ വയലൻ്റ് ആവോ, എന്ത് പറയുമോ എന്നൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇന്ന് വരെയും ഇവിടുന്ന് പോകുന്നത് വരെയും ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. അതും ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് അമ്മ മാതാവ് തന്നതാണ്. വീട്ടിലായിരിക്കുമ്പോഴും എപ്പോഴും ചിലപ്പോൾ വയലൻ്റ് ആവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ഒന്നുമില്ല. എപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്. സ്കൂളിൽ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഈ മകനെയും കൊണ്ടുപോയാണ് പത്രം കൊണ്ടു കൊടുക്കുന്നത്. ഹോസ്പിറ്റലിലും മറ്റു പല സ്ഥലത്ത് എവിടെയും കൊണ്ടുപോകണമെങ്കിൽ ഈ മകൻ്റെ കൈ കൊണ്ടാണ് ഞാൻ രോഗികൾക്ക് ഫുഡ് കൊടുക്കുന്നതും പത്രം എടുത്ത് കൊടുപ്പിക്കുന്നതും. അങ്ങനെ ഈ മകൻ്റെ കാര്യത്തിൽ വളരെ വളരെ അത്ഭുതം വന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും രാവിലെ അല്ല വൈകുന്നേരം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ വചനങ്ങൾ വായിക്കുമ്പോഴും എനിക്കൊപ്പം വന്നിരിക്കും. എന്തറിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. തൊഴുതിരിക്കാറുണ്ട്. അമ്മേ എന്ന് പറഞ്ഞിരിക്കാറുണ്ട്. അതെല്ലാം ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. അങ്ങനെയൊന്നുള്ളൊരു കുട്ടിയല്ല. ശരിക്കും ഞാനൊരു ഹിന്ദുവാണ്. ഞങ്ങൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇതൊന്നും ഇല്ലായിരുന്നതാണ്. പക്ഷേ ഈ ഉടമ്പടിക്ക് ശേഷം എൻ്റെ കൂടെ വന്ന് നീറ്റിക്കും. ഇങ്ങനെ അവന് എൻ്റെ ചേച്ചിയുടെ മകനാണ്. അവന് അച്ഛനും അമ്മയില്ല. അപ്പം ഞാനാ നോക്കുന്നത്. അത് എനിക്കെങ്ങും പറയാൻ പറ്റത്തില്ല. പക്ഷെ പറഞ്ഞു പോവുക. അത്ര ഉള്ളൊരു കുഞ്ഞിനെ ഇത്രയും അമ്മ കരുതി തന്നല്ലോ എന്നുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ ഈശോയ്ക്ക് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി ഈ മകനിൽ ഇനിയും ഇവന് ഒരുപാട് നല്ല അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ തരും, മാറ്റങ്ങൾ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാറ്റങ്ങൾ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്നതല്ല. പക്ഷേ മാറ്റങ്ങൾ ഒരുപാടും വന്നു. അതാണ് സത്യം.